ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ സംഗീത പ്രേമികളായ വലിയൊരു കൂട്ടത്തെ തന്റേതാക്കി മാറ്റിയ റാപ്പർ വേദനെ അറിയാത്ത മലയാളികൾ കുറവായിരിക്കും. തൃശൂർക്കാരനായ ഹിരൺദാസ് മുരളിക്കുള്ളതിനേക്കാൾ ആരാധകർ റാപ്പർ വേടനാണ്. പിച്ച് വെച്ച് തുടങ്ങിയ കുഞ്ഞുങ്ങൾ മുതൽ പല പ്രായത്തിലുള്ളവർ വരെ വേടന്റെ ആരാധകരാണ്. വേദൻ സ്റ്റേജിൽ പാടി തിമിർക്കുമ്പോൾ പതിനായിരക്കണക്കിന് ആരാധകരാണ് ആ ഒരു ശബ്ദത്തിനൊപ്പം ആടി തിമിർക്കാറുള്ളത്. സിനിമാ പിന്നണി ഗാനരംഗത്ത് സജീവമായി നിൽക്കുന്ന ഈ ഒരു വേടൻ കുട്ടിക്കാലം മുതലേ തനിക്കുണ്ടായതും കണ്ടതും കേട്ടതുമായ അനുഭവങ്ങളാണ് ഈ ഒരു റാപ്പിലൂടെ അവതരിപ്പിക്കാറുള്ളത്. അതുമാത്രവുമല്ല, ഇന്റർവ്യൂസിലൊക്കെ പ്രത്യക്ഷപ്പെടുമ്പോഴും തന്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അധികം തുറന്നു പറയാൻ ഈ ഒരു റാപ്പർ തയ്യാറായിരുന്നില്ല. അടുത്തിടെ വേടന്റെ അമ്മയുടെ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിരുന്നു. അമ്മ നിന്നിരുന്ന സ്ഥലത്തെ സ്ത്രീയാണ് വേടന് അമ്മയുടെ മനോഹരമായിട്ടുള്ള ആ ഒരു ചിത്രം സമ്മാനിച്ചത്. വേടന്റെ കയ്യിൽ പോലും ഇല്ലാത്തൊരു ചിത്രമാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഫോട്ടോ കിട്ടിയപ്പോൾ അത്ഭുതവും സന്തോഷവും എല്ലാ മുഖത്ത് പ്രകടമായിരുന്നു. 2020 ആ ഒരു കോവിഡ് കാലത്ത് 3 മാസത്തോളം ബംഗളൂരുയുടെ മണാശ്ശേരിയിലെ വീട്ടിലെ വേടന്റെ അമ്മ താമസിച്ചിരുന്നു. അതിനുശേഷമാണ് മരണവും സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ അമ്മയുടെ അപൂർവ ചിത്രം വേടന് ഒരു നിധി തന്നെയായിരുന്നു. ഇപ്പോഴിത് റിപ്പോർട്ടർ ചാനലിൽ നൽകിയ ഏറ്റവും പുതിയ ഒരു ഇന്റർവ്യൂവില് അച്ഛനെ കുറിച്ചും ജാതി വിവേചനത്തെ കുറിച്ചൊക്കെ വേടൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വൈറലാകുന്നത്. അച്ഛനുമായി അധികം സംസാരിക്കാറില്ലെങ്കിലും രണ്ടുപേർക്കും പരസ്പരം നന്നായി മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് വേടൻ പറയുന്നത്. അടുക്കള ജീവിയാണ് അച്ഛൻ. പുലർച്ചെ 5:30 ആകുമ്പോഴേക്ക് പുള്ളിക്കാരൻ എഴുന്നേൽക്കും. അതിനുശേഷം FM ഒക്കെ ഓണാക്കി വെച്ച് ഒപ്പം പാട്ടൊക്കെ പാടും. 7 മണിയാകുമ്പോഴേക്കും ഭക്ഷണമെല്ലാം തയ്യാറായിരിക്കും. അപ്പനാണ് തങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നയാള്. അടുക്കളയിൽ മറ്റാരെയും കയറാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെയൊരു വാശിയുള്ള ആളാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞങ്ങൾ പരസ്പരം ഒരുപാട് സംസാരിക്കാറൊന്നുമില്ല. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സംസാരിക്കാൻ നന്നായി അറിയാമെന്നാണ് വേടൻ പറയുന്നത്. അത് മാത്രമല്ല, ജാതി വിവേചനത്തെ കുറിച്ച് വേടൻ പറയുന്നുണ്ട്. അതായത് സ്കൂളുകളിൽ നിന്നായിരുന്നു ഈ ഒരു ജാതിയെ കുറിച്ച് വേടൻ മനസ്സിലാക്കുന്നത് എന്നാണ് ആ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത്. പ്രത്യേകിച്ച് ക്ലാസ് മുറികളിൽ നിന്ന് നമ്മളെ ജാതിയുമായിട്ട് ഏറ്റവും കൂടുതൽ വേർതിരിക്കുന്ന ഒരിടം എന്ന് പറയുന്നത് വിദ്യാലയങ്ങളാണെന്നാണ് തോന്നിയിട്ടുള്ളത്. എന്റെ പേരിന് അമ്മയുടെ ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ട് തന്നെ പേര് കണ്ട് ആരും ജാതി മനസ്സിലാക്കിയിരുന്നില്ല. അക്കാര്യത്തിൽ ഞാൻ രക്ഷപ്പെട്ടു. ഈഴ തമിഴ് സ്റ്റൈൽ പേരാണ്. അവസാന യുദ്ധം നടക്കുന്ന ആ സമയത്താണ് അമ്മ ശ്രീലങ്കയിൽ നിന്നും വരുന്നത്. പേരിന്റെ കാര്യത്തിൽ ഞാൻ രക്ഷപ്പെട്ടു എങ്കിലും നമ്മൾ വരുന്ന ഇടത്തു നിന്നും രൂപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് പറ്റില്ലല്ലോ. ഞാൻ എവിടെ നിന്നാണ് വരുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതുപോലെ തന്നെ തുല്യരല്ല എന്ന് മനസ്സിലാക്കിയതും ആ ഒരു സ്കൂളിൽ നിന്നാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഏറ്റവും കൂടുതൽ ജാതി കാണിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കണ്ടീഷൻ ചെയ്യപ്പെട്ട ഒരു സിസ്റ്റമാണ് അങ്ങനെ പ്രവർത്തിക്കുന്നത്, അല്ലാതെ ഒരു വ്യക്തിയല്ല. കണ്ടീഷൻ ചെയ്യപ്പെട്ട ഒരു സിസ്റ്റത്തിൽ ജീവിച്ചു വളർന്ന ആൾക്കാരായതുകൊണ്ട് കൂട്ടുകാരിൽ നിന്ന് ഇത്തരം രീതികളും ഉണ്ടാകും. ഇവരോട് ഇങ്ങനെ പെരുമാറാവോ, ഇവർ ഇത്തരത്തിലുള്ള ആൾക്കാരാണ് എന്നുള്ള പഠനം വീട്ടിൽ നിന്ന് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നൊക്കെ അവർക്ക് കിട്ടുന്നുണ്ടാകും. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആദിവാസി കോളനികളിൽ നിന്ന് വരുന്നവർ ഒറ്റമുറി വീടുള്ളവരാകും. അവർക്ക് സ്വന്തമായിട്ട് പഠനമുറിയുള്ള, അതായത് കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ സാമഗ്രികളൊന്നും ഉണ്ടാവില്ല. പഠിക്കാനുള്ള കഴിവും ഉണ്ടാകില്ല. കാരണം നമ്മുടെ DNA അതില്ല. പക്ഷെ സിസ്റ്റം കരുതുന്നത് ആ കുട്ടിയെ അടിച്ചു പഠിപ്പിക്കണമെന്നാണ്. സത്യത്തിൽ അവന്റെ കുടുംബത്തിൽ ആരും വിദ്യാലയങ്ങളിൽ പോയിട്ടുള്ളവരാകില്ല എന്നുമാണ്. ഇത്തരം അനുഭവങ്ങൾ തന്നെയായിരുന്നു വേടൻ ആ ഒരു ഇന്റർവ്യൂയിലൂടെ വിവരിച്ച് പറയുന്നത്.